ഇപ്പൊ ദേവരാജ മാസ്റ്ററെ കുറിച്ച് ശരത് സാറിന് ഉണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തു. അപ്പോൾ മാഷിന്റെ കൂടെ ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ടാവും ഉറപ്പായിട്ടും. എങ്ങനെയാണ് ഇപ്പൊ മാസ്റ്റർ ആണെങ്കിലും ചേച്ചിയുടെ അടുത്തേക്ക് നിങ്ങൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? ആ ഒരു ഫസ്റ്റ് മൊമെന്റ് ഒക്കെ എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് MBBS ചെന്നൈയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാസ്റ്റർ ഒരു പ്രോഗ്രാമിനായിട്ട് ഖത്തറിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ വെക്കേഷൻ സമയത്ത് അവിടെ വീട്ടിലേക്ക് ഖത്തറിൽ പോയ സമയത്താണ് മാസ്റ്റർ അവിടെ വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലാണ് താമസിച്ചതൊക്കെ. അപ്പോൾ അവിടെ വെച്ചാണ് മാസ്റ്റർ ആദ്യമായിട്ട് എൻ്റെ പാട്ടൊക്കെ കേൾക്കുന്നതൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോയ സമയത്ത് പിന്നെ ഇതിന്റെ ഇടയിൽ ഒരു കണക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ പ്രോഗ്രാം കഴിഞ്ഞ് മാസ്റ്റർ പോയി. ട്രിവാൻഡ്രത്ത് ചെന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ വർക്ക് ചെയ്യായിരുന്നു അവിടെ. അപ്പോൾ KPSCയുടെ ഒരു വർക്കിന് വേണ്ടിയിട്ട്, നാടകഗാനത്തിന് വേണ്ടിയിട്ട് പാടാനായിട്ട് അവർ ഫീമെയിൽ സിംഗറിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ മാസ്റ്ററുടെ കൂടെ ഉണ്ടായിരുന്ന മധുചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് ഇങ്ങനെ പറഞ്ഞത്, മാസ്റ്റർ രശ്മി ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് വിളിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ വിളിച്ചു. അങ്ങനെ മാസ്റ്ററിനെ ഡയറക്റ്റ്ലി വിളിക്കുക ചെയ്തത്. അങ്ങനെ ഞാൻ മാസ്റ്ററുടെ വീട്ടിലേക്ക് പോയി. മാസ്റ്റർ കരമനയിലാണ് താമസിച്ചിരുന്നത് ട്രിവാൻഡ്രത്ത്. അങ്ങനെ അവിടെ പോയി. അങ്ങനെയാണ് മാസ്റ്ററത്തേക്ക് ഞാൻ ചെല്ലുന്നത് ഈ പാട്ട് പാടാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരാള് ഫസ്റ്റ് പോയ എക്സ്പീരിയൻസ് ഞങ്ങൾ കേട്ടു. അധികം പറയാം. പക്ഷെ എനിക്കിപ്പോ രശ്മി പറയുമ്പോ എനിക്ക് ഒരു സംഭവത്തിൽ ചിരി വന്നു. ഞാൻ MBBS ചെന്നൈയിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. മാസ്റ്റർ ഖത്തറിൽ വന്നു. അത് എന്താണ് അതിന്റെ കണക്ഷൻ എന്ന് അറിഞ്ഞൂടാ. ഞാനിവിടെ ചെന്നൈയിലുണ്ടായിരുന്നു, മാസ്റ്റർ കൊയിലാണ്ടിയിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോ അത് എങ്ങനെ പിന്നാണ് ഒരു പ്രോഗ്രാമിനായിട്ട് ആയിക്കോട്ടെ. അല്ല അത് കണക്ട് ചെയ്തില്ല, ഞാൻ പേടിച്ചു പോയി.